ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളിൽ ഈ ഒരു വീഡിയോ നിങ്ങളെ എന്തായാലും സഹായിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 26. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ജൂൺ 26-നാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗവും കടത്തും തടയുന്നതിനായി പ്രവർത്തിക്കുന്ന പ്രധാന കേന്ദ്ര ഏജൻസി ഏതാണ്? ഇന്ത്യയിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗവും കടത്തും തടയുന്നതിനായി പ്രവർത്തിക്കുന്ന പ്രധാന കേന്ദ്ര ഏജൻസി ഏതാണ്? ഉത്തരം വരുന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഏതാണ്? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. അടുത്ത ചോദ്യം: പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും ആസക്തി ഉണ്ടാക്കുന്നതുമായ ആൽക്കലോയിഡ് ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും ആസക്തി ഉണ്ടാക്കുന്നതുമായ ആൽക്കലോയിഡ് ഏതാണ്? ഉത്തരം ഇതാണ്: നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും ആസക്തി ഉണ്ടാക്കുന്നതുമായ ആൽക്കലോയിഡാണ് നിക്കോട്ടിൻ. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ശ്രദ്ധിക്കുക, ഇന്ത്യയെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം നശാമുക്ത് ഭാരത് അഭിയാൻ. എന്താണ്? നശാമുക്ത് ഭാരത് അഭിയാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ച വർഷം ഏതാണ്? ആദ്യമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ച വർഷം ഏതാണ്? ഉത്തരം ഇതാണ്: 1989 ജൂൺ 26. എല്ലാവരും ഓർത്ത് വെക്കുക. ആദ്യമായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ച വർഷമാണ് 1989 ജൂൺ 26. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് പ്രധാന അവയവത്തെയാണ് ഏറ്റവും കൂടുതൽ തകരാറിലാക്കുന്നത്? ചോദ്യം നോക്കൂ. മദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് പ്രധാന അവയവത്തെയാണ് ഏറ്റവും കൂടുതൽ തകരാറിലാക്കുന്നത്? ഉത്തരം കരൾ. മദ്യം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ഏറ്റവും കൂടുതൽ തകരാറിലാക്കുന്നത്? കരളിനെയാണ്. അടുത്ത ചോദ്യം നോക്കൂ. ആഗോളതലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വിഭാഗം ഏതാണ്? ചോദ്യം ഇതാണ്: ആഗോളതലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വിഭാഗം ഏതാണ്? ഉത്തരം ഇതാണ്: UNODC. എന്താണ്? UNODC. എന്താണ് ഫുൾ ഫോം? യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. UNODC, യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം. ആഗോളതലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വിഭാഗമാണ് UNODC. അടുത്ത ചോദ്യം: കേരള സർക്കാർ ലഹരിക്കെതിരെ സ്കൂളുകളിലും കോളേജുകളിലും രൂപീകരിച്ചിട്ടുള്ള ക്ലബ്ബുകളുടെ പേരെന്താണ്? കേരള സർക്കാർ ലഹരിക്കെതിരെ സ്കൂളുകളിലും കോളേജുകളിലും രൂപീകരിച്ചിട്ടുള്ള ക്ലബ്ബുകളുടെ പേരെന്താണ്? ഉത്തരം വിമുക്തി ക്ലബ്ബുകൾ. എന്താണ്? വിമുക്തി ക്ലബ്ബുകളാണ്. അടുത്തത്: വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര മീറ്റർ ചുറ്റളവിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര മീറ്റർ ചുറ്റളവിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം ഏകദേശം 91 മീറ്റർ വരെ.
അടുത്ത ചോദ്യം ഇതാണ്. ലഹരി ഉപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ലഹരി ഉപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 47. ആർട്ടിക്കിൾ 47 ആണ് ലഹരി ഉപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം. അടുത്തത് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ഉത്തരം മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം വേൾഡ് നോ ടൊബാക്കോ ഡേ എന്നാണ് മെയ് 31-നാണ്. പഠിച്ചു വെക്കുക, മെയ് 31. മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. മദ്യനിരോധനം നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്. അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏത്? കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം നോക്കൂ, കാസർഗോഡ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്. ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്? ഉത്തരം 1987 ഡിസംബർ 7 മുതൽ. 1987 ഡിസംബർ 7 മുതലാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. അടുത്ത ചോദ്യം ഇതാണ്. വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത്. ഇത് പറഞ്ഞ മഹാനാര്? ചോദ്യം ഒന്നുകൂടെ നോക്കാം. വൈദേശിക ആധിപത്യത്തിനും അടിമത്തത്തിനും എതിരെ നാം വിജയത്തിലെത്തിച്ച പോരാട്ടം ലഹരി എന്ന ഭീകരതയ്ക്കെതിരെ നടത്തേണ്ട സമയമാണിത്. ഇത് പറഞ്ഞതാരാണ്? ഉത്തരം വരുന്നത് മഹാത്മാഗാന്ധി. ആരാണ്? മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏത്? കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ്? ഉത്തരം ബ്രൗൺ ഷുഗർ. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്നാണ് ബ്രൗൺ ഷുഗർ. അടുത്ത ചോദ്യം നോക്കൂ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായി നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് നന്നായി ശ്രദ്ധിച്ചവർക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും ആസക്തി ഉണ്ടാക്കുന്നതുമായ ആൽക്കലോയിഡ് ഏതാണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരകവും ആസക്തി ഉണ്ടാക്കുന്നതുമായ ആൽക്കലോയിഡ് ഏതാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ഐക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.